കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി. നിങ്ങൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ജീവിതം അനേകരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ സംതൃപ്തരായിരിക്കുക, ഓരോ നിമിഷവും ആസ്വദിക്കുക. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. കേരളത്തിൽ ക്ഷീരമേഖല മികച്ച വരുമാനവും വളർച്ചയും നൽകുന്ന ഒരു സംരംഭക രംഗമാണ്. പാലിനും ഉപോൽപ്പന്നങ്ങൾക്കും ദിവസേനയുള്ള ഉയർന്ന ആവശ്യം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള മാറ്റം എന്നിവ ഈ മേഖലയെ ലാഭകരമാക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിലാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ. വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് കൃഷിച്ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരാളുടെ ആരോഗ്യകാര്യത്തിൽ പാൽ എന്ന പോഷക വിഭവം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. പ്രഭാതത്തിൽ ഉന്മേഷം നൽകുന്ന ഒരു ചായയായോ, മധുരമൂർന്ന ഐസ്ക്രീമായോ, സദ്യ കഴിക്കുന്ന വേളയിലെ ഒരു തുണം മോരായോ അല്ലെങ്കിൽ പാൽപ്പായസമായോ ഒക്കെ നിത്യജീവിതത്തിൽ പാൽ നമുക്കൊപ്പമുണ്ട്. പാലിന്റെ വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ക്ഷീരകർഷകർക്ക് ഉയർന്ന ലാഭം നേടുവാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. വെറും പാൽ വിൽക്കുന്നതിനേക്കാൾ പല മടങ്ങ് വരുമാനം ഇത്തരം ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്നു. ഇതാ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കൂ. ക്ഷീരമേഖലയിൽ സംരംഭകത്വത്തിന് എത്രമാത്രം സാധ്യതകളുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ ജയദേവൻ GR ആണ്. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. ഡോക്ടർ ജയദേവൻ, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമ്മുടെ ക്ഷീരമേഖലയെക്കുറിച്ച് സംസാരിച്ചാൽ ഇന്ന് നമ്മൾ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്ഷീര മൂല്യ ശൃംഖലയിൽ, ഡെയറി വാല്യൂ ചെയിനിലെ എല്ലാ ഘട്ടത്തും നമുക്കിതിൻ്റെ ഒരു സാധ്യത ഉണ്ടല്ലേ? ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ 247.87 മില്യൺ ടൺസ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായ ഇന്ത്യ ഉപഭോക്തൃ വിപണിയിൽ രണ്ടാം സ്ഥാനത്തുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീരമേഖലയിൽ ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തിൽ തുടങ്ങി അതിൻ്റെ ഓരോ ഘട്ടത്തിലും സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം അങ്ങനെ വന്ന് യഥാർത്ഥ ഉപഭോക്താവിൻ്റെ തീന്മേശയിലേക്ക് എത്തുന്ന വരെയുള്ള പാലിൻ്റെ പ്രയാണത്തിൽ ഒട്ടനവധി സംരംഭകത്വ സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് അതിലെ സാധ്യതകൾ മനസ്സിലാക്കാനും ആ സാധ്യതകൾ വഴി അവരുടെ ജീവനോപാധിയായിട്ട് അത് മാറ്റാനും ഉള്ളൊരു വലിയ അവസരം ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ സാർ സൂചിപ്പിച്ച മാതിരി തന്നെ ഇത് നമ്മുടെ പാൽ ഉൽപ്പാദനത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ നമ്മുടെ മേശയിൽ എത്തുന്നിടം വരെയുള്ള ആ ഒരു യാത്രയിൽ വിഭിന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള വിവിധ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മുടെ ഈ പാൽ ഉൽപ്പാദനം അല്ലെങ്കിൽ ഒരു സേഫ് മിൽക്ക് പ്രൊഡക്ഷനിലല്ലേ വരുന്നത്? അതെ അതെ പാൽ ഉൽപ്പാദനത്തിൻ്റെ ആ ഒരു ഘട്ടം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറുകിട നാമമാത്ര കർഷകനാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അയാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി, ആ കർഷകൻ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പശു വളർത്തി പശുവിൽ നിന്ന് കിട്ടുന്ന പാലിനെ എത്രയും വേഗം അടുത്ത ക്ഷീരസംഘത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ഫാമിൽ നിന്ന് കിട്ടുന്ന പാലിന് ഏറ്റവും നല്ല ഒരു വില ഉറപ്പാക്കാനും സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു സംരംഭകത്തിൻ്റെ ഒന്നാം പാഠം. അപ്പോൾ പശു വളർത്തൽ തന്നെയാണ് ഈ ഒരു മേഖലയിലെ അടിസ്ഥാനം, അത് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പല രീതിയിൽ പശു വളർത്താം.
ഒരു പശു ആയിക്കോട്ടെ 2 പശു ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി വലിയ ഡയറി ഫാമുകൾ, ഒരുപാട് പശുക്കളെ വളർത്തുന്ന വലിയ ഒരു സ്കെയിലിൽ തന്നെ നമുക്ക് ഡയറി ഫാമുകളെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. പാലുൽപാദന രംഗത്ത്, അതായത് ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്ന പാലുൽപാദന രംഗത്ത് പാല് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമുക്ക് ശാസ്ത്രീയതയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും മിൽക്കിംഗ് മെഷീൻ്റെ റോൾ അവിടെ വരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി വരെയാണ്. കർഷകർ പറയുന്ന ഒരു വലിയ ഒരു പരാതി എന്ന് പറയുന്ന കറവക്കാരെ കിട്ടാനില്ല, കറവക്കാർക്കുള്ള കൂലി നിലവിലത്തെ പാലിൻ്റെ വിലയൊക്കെ വെച്ച് മുതലാകുന്നില്ല എന്ന് പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഫാമിൻ്റെ ഒരു സ്കെയിലും കൂടെ നോക്കിയിട്ട് എത്ര പശുവിനെ വളർത്തുന്നു, അദ്ദേഹം ഏത് തോതിലാണ് കൃഷി ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റും ഒരു മിൽക്കിംഗ് മെഷീൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പം മിൽക്കിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യന്ത്രവൽക്കരണത്തിൻ്റെ സാധ്യത വന്നു. അപ്പോൾ ഫാം മെക്കനൈസേഷനിൽ ഇത്തരത്തിലുള്ള സംരംഭകത്വ സാധ്യതയുണ്ട്. അതായത് ഫാമിൻ്റെ മെക്കനൈസേഷൻ ആസ്പെക്റ്റിൽ അതിനോട് ചേർന്ന് തന്നെ വെറ്റിനറി കെയർ, കൃത്യമായ മൃഗചികിത്സയ്ക്ക് ഉള്ള സപ്പോർട്ട് കർഷകന് വളരെ അടിസ്ഥാനപരമാണ്. ഒരു ആവശ്യം വരുമ്പോൾ കൃത്യമായി കർഷകൻ്റെ പഠിക്കൽ തന്നെ വെറ്റിനറി കെയർ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒരുപാട് അഭ്യസ്തവിദ്യരായ വെറ്റിനറിയൻസിനും പാരാ വെറ്റിനറിയൻസിനും ഒരു ജോലി സാധ്യത അതുവഴി തുറന്നു കിട്ടുകയാണ്. ഇനി വരുന്ന ഏറ്റവും വലിയൊരു ഘട്ടം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പശുവിൻ്റെ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ മൊത്തം ആവശ്യകതയുടെ ഒരു 40-45% കേരളത്തിൽ നിന്ന് പച്ചപ്പുല്ല് ലഭ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള ഫീഡ് റിസോഴ്സുകളിലേക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിൽ ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ ശാസ്ത്രീയമായി തന്നെ അവർ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി അത് ഫോർമുലേറ്റ് ചെയ്ത് വിദഗ്ധരുടെ സപ്പോർട്ടോടുകൂടി തന്നെ അവരുടെ ഫാമുകളിലും തൊട്ടടുത്തുള്ള ഫാമുകളിൽ അവർ വരുമാന മാർഗമായി തന്നെ അത് വിൽക്കുകയും അവർ അങ്ങനെയും വരുമാനം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഫീഡിൻ്റെ കാര്യത്തിലും ഫീഡ് സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫാമിൻ്റെ സ്റ്റേജിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. പിന്നെ പ്രധാനമായി പറയേണ്ടത് ട്രെയിനിങ് ആസ്പെക്റ്റുകളിലാണ്. ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ഷീരമേഖലയിലുള്ള പരിചയവും അല്ലെങ്കിൽ ക്ഷീരമേഖലയിൽ ശാസ്ത്രീയമായ പഠനവും നടത്തിയ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കർഷകരുടെ കൂടെ നിന്ന് അവരോട് ചേർന്ന് നിന്ന് അവരുടെ ഫാമിൽ ഉള്ള പോരായ്മകളെ മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട്, ട്രെയിനിങ് സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ കൺസൾട്ടേഷൻ എന്നുള്ളത് ഒരു വലിയ മേഖലയാണ്. അപ്പം നമുക്ക് ഫാമിങ്ങിൻ്റെ സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധ്യതകൾ നമ്മൾ പെട്ടെന്നൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം അവിടെ വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ആയിരിക്കും. നമ്മളിപ്പം ശുദ്ധമായ പാൽ ഉൽപ്പാദനം കഴിഞ്ഞു ഒരു ഫാമിൻ്റെ സ്റ്റേജിൽ, അടുത്ത് അത് പോകുന്ന സംഭരണത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുകിട കർഷകനാണെങ്കിൽ അദ്ദേഹം തന്നെ പാല് അദ്ദേഹം മെമ്പർ ആയിട്ടുള്ള ഒരു സംഘത്തിലേക്ക് പോവുകയും അതല്ല ഇന്ന് വരുന്ന നൂതനമായ ചില ബിസിനസ് മോഡലുകളുണ്ട്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ വരുന്നുണ്ട്. അവർ കർഷകരുടെ കൂട്ടായ്മ തന്നെ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, JLG ഗ്രൂപ്പ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളൊക്കെ തന്നെ അവരുടെ അംഗ കർഷകരിൽ നിന്നുള്ള പാല് സംഭരിക്കുകയും അവർ അടുത്ത പാല് സംസ്കരിക്കാനുള്ളൊരു ഓപ്ഷൻ കണ്ടെത്തുന്നു. അപ്പം ഈ സംഭരണത്തിനും സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യം വരും. നമുക്ക് പാല് സംഘങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം വേണം, അതിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കൊടുക്കണം. ഈ സംഘത്തിൽ വരുമ്പോൾ അതിൻ്റെ ഗുണമേന്മ സംഘത്തിൻ്റെ ലെവലിൽ തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരും. സ്വാഭാവികമായിട്ടും മിൽക്ക് ടെസ്റ്റർ വേണം, ഒരു ക്വാളിറ്റിയെ നോക്കാനുള്ള കാര്യം, അതിലെത്ര കൊഴുപ്പുണ്ട്, കൊഴുപ്പിതര ഖരപദാർത്ഥമുണ്ട്, വെള്ളത്തിൻ്റെ കണ്ടന്റ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് ഈ പാല് മൊത്തം കർഷകർ കൊണ്ടുവരുന്ന പാല് നമ്മൾ പുളിയതിന് ശേഷമാണ് നമ്മൾ ഒരു ഡയറി സംസ്കരണശാലയിലേക്ക് പാല് പോകുന്നത്. അതല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങും വേണമെങ്കിൽ ചെയ്യാം. അവിടെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഇന്നത്തെ ഒരു കൺസെപ്റ്റ് ഫാം ടു ഫോർക്ക് എന്നുള്ള ഒരു മോഡൽ, ബിസിനസ് മോഡൽ വരുന്നുണ്ട്. കേരളത്തിൽ അത് വളരെ പ്രചാരം വരുന്നുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക്, അതായത് പ്രോസസ്സിംഗ് ഇല്ല, കറന്നെടുക്കുന്ന പാൽ ഏറ്റവും ശുദ്ധമായി ഒരു ഫാം ഫ്രഷ് കൺസെപ്റ്റിലൂടെ തന്നെ അതിന് നല്ല വിലയും കൊടുത്ത് വാങ്ങിക്കാൻ ഉപഭോക്താക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. ക്വാളിറ്റി അഷ്വർഡായ മാത്രം മതി. മാത്രമല്ല ഇപ്പോഴും വരുന്നൊരു പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്ന ഉപഭോക്താക്കൾ പലപ്പോഴും ഒരു പശുവിൻ്റെ പാല് തന്നെ മതി എന്ന് പറയുന്ന, അപ്പോൾ ഒരു ട്രേസബിലിറ്റിയുടെ ഒരു എലിമെൻ്റ് ഇവിടെയുണ്ട്. കർഷകർക്ക് ഇന്ന ഫാമിലെ ഇന്ന പശുവിൻ്റെ പാല് തന്നെ മതി. അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായ ഒരു കർഷകൻ അഥവാ സംരംഭകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് മാർക്കറ്റിലുള്ള വിലയേക്കാൾ ഒരു പ്രീമിയം വിലയിൽ ഈ ഒരു പാല് ഫാം ഫ്രഷ് മിൽക്ക് എന്നുള്ള ലേബലിൽ അദ്ദേഹത്തിന് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അവിടെയും ഒരു സംരംഭകത്വ സാധ്യത വരുന്നു, ഒരു വിപണി സാധ്യത അവിടെ വരുന്നു. സംഭരണത്തിൻ്റെ കാര്യം അവിടെ തൽക്കാലം പറഞ്ഞു നിർത്താം. അവിടെ നിന്ന് നമ്മൾ സംസ്കരണത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഏറ്റവും പ്രാഥമികമായി തന്നെ ക്വാളിറ്റി ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനൊരു സംവിധാനം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലിൻ്റെ ഗുണമേന്മ ഏറ്റവും കൂടുതൽ ഇതൊരു ഭക്ഷണ സാധനമായതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്ത് കൺസേൺ ഉള്ളതാണ്.
പാലിൻ്റെ ഘടന എന്താണ്, അതിലെന്തെങ്കിലും വിഷാംശമുണ്ടോ, അതിലെന്തെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു ഡയറി പ്ലാന്റിൽ എത്തുമ്പോൾ സൂക്ഷിപ്പ് മേന്മ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം നോക്കേണ്ടത്. പാല് സാധാരണഗതിയിൽ ഒരു തരത്തിലുമുള്ള സംസ്കരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു 6-7 മണിക്കൂർ കൊണ്ട് പിരിഞ്ഞ് കേടായി പോകുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ സംസ്കരണ മാർഗങ്ങൾ അവലംബിക്കുന്നത്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സംസ്കരണ പ്രക്രിയകൾ നമ്മൾ പാലിൻ്റെ പ്രോസസ്സിങ്ങിലുണ്ട്. എല്ലാം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, എല്ലാം ഓരോ ഘട്ടത്തിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് അതാത് സംരംഭകൻ്റെ ശേഷി അനുസരിച്ച് എത്രത്തോളം അദ്ദേഹത്തിന് അതിൽ മുതൽ മുടക്കാം എന്നുള്ളതനുസരിച്ച് നമുക്കൊരു പാസ്ചറൈസേഷൻ യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു UHT സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് പോലും, അല്ലെങ്കിൽ ഒരു ബാച്ച് ടൈപ്പ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് പാലിനെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് പ്രോസസ്സാണ് അവലംബിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ വഴി പാലിനെ നമ്മൾ അണുവിമുക്തമാക്കുകയും ഈ പാലിൽ നിന്ന് തന്നെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഒരു വലിയ പാതയും അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുക, ക്രീമിൽ നിന്ന് നമുക്ക് ബട്ടറും ഗീയും അതുപോലത്തെ കാര്യങ്ങൾ, ഐസ്ക്രീം, യോഗട്ട്, പാൽപ്പൊടി ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ഡയറി വൈറ്റ്നർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇതെല്ലാം വാല്യൂ അഡീഷനാണ്. അത് സംരംഭത്തിൻ്റെ ഒരു തോതനുസരിച്ച്, അതിൻ്റെ ഒരു സ്കെയിൽ അനുസരിച്ച് നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അവിടെ കഴിഞ്ഞ് നമ്മൾ പാല് ഒരു പാക്കേജിങ് ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പാലായിക്കോട്ടെ, പാലിൻ്റെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഒരു പാക്കേജിംഗ് ഘട്ടത്തേക്ക് എത്തുമ്പോൾ ഇന്ന് ലോകത്ത് മൊത്തം ഭക്ഷ്യവിപണിയിൽ തന്നെ പാക്കേജിങ്ങിൻ്റെ പുതിയ സൊല്യൂഷൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ബയോഡിഗ്രേഡബിൾ പാക്കിംഗ്, പ്രകൃതിക്ക് ഒരു തരത്തിലും തന്നെ ഹാനികരമല്ലാത്ത പാക്കേജിംഗ് സൊല്യൂഷൻസാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്നത്. ഉപഭോക്താക്കൾ അതിനൊരു കൂടിയ വില പോലും കൊടുക്കാൻ അവർ തയ്യാറാണ്. പ്രകൃതിയെ തീർത്തും നോവിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടായ ഇത്തരത്തിലുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ സസ്റ്റൈനബിൾ ബയോഡിഗ്രേഡബിൾ പാക്കേജിംഗ് സൊല്യൂഷൻസിലേക്ക് ക്ഷീരമേഖലയും മാറി തുടങ്ങിയിരിക്കുന്നു. ഇൻ്റലിജൻറ്റ് പാക്കിംഗ്, ഈ പാക്കേജിംഗ് സൊല്യൂഷൻസ് വഴി നമുക്ക് ശരിക്കും ഉൽപ്പന്നത്തിൻ്റെ സൂക്ഷിപ്പ് മേന്മ കൂട്ടാനും സാധിക്കും. ഒരു തരത്തിലുമുള്ള പ്രിസർവേറ്റീവ്സുകൾ ആഡ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ സൂക്ഷിപ്പ് മേന്മ ഏറ്റവും കൂടുതലായി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. ഈ പാക്കേജിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അവസരമായി തീർച്ചയായിട്ടും ഈ പാക്കേജിങ്ങിന് മേഖലയിലുള്ള എല്ലാ സംരംഭങ്ങളും ക്വാളിഫൈഡ് യൂത്തിന് ഇതൊരു വലിയ മേഖലയാണ്. പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ ട്രെൻഡുകൾ, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ട്രെൻഡ് തന്നെ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരത്തെ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട് പാലിൻ്റെ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു സാർ, വാല്യൂ അഡീഷനിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് അവിടെ. അപ്പം അവിടെ സാർ പറഞ്ഞ നമ്മൾ ഗീ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കാം, ചീസും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു ഉപഭോക്താക്കളുടെ ഒരു രീതി അനുസരിച്ച് കൾച്ചേർഡ് പ്രോഡക്ട്സ്, കിണ്വനം എന്ന പ്രക്രിയ വഴി ചെയ്യുന്ന പാലുൽപ്പന്നങ്ങളോട് വലിയൊരു ആഭിമുഖ്യം കേരളത്തിലെ ഉപഭോക്താക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് യോഗട്ട് പോലത്തെ ഒരു സാധനം. അപ്പം തൈര്, യോഗട്ട്, സംഭാരം, ഈ മലയാളി ഇഷ്ടപ്പെടുന്ന സംഭാരം, തൈര്, ഇത് കൂടാതെ യോഗട്ട് എന്നുള്ളൊരു ഹെൽത്ത് പ്രോഡക്റ്റ്. യോഗട്ടിന് നമുക്ക് മനുഷ്യൻ്റെ ഗട്ട് മൈക്രോഫ്ലോറ, ഏറ്റവും നല്ല ഒരു മൈക്രോഫ്ലോറ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഉൽപ്പന്നമാണ് യോഗട്ട്. വികസിത രാജ്യങ്ങളിൽ വളരെ മുമ്പേ ഇത് സുപരിചിതമാണ്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ പതുക്കെ അത് പോപ്പുലാരിറ്റി വരുന്നുണ്ട്. അപ്പം യോഗട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒട്ടനവധി സംരംഭങ്ങൾ ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ തന്നെ അത് ഒരുപാട് ചെറിയ സംരംഭങ്ങൾ, യോഗട്ട് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ വ്യാപകമായി വരുന്നുണ്ട്. ഇത് കൂടാതെ ഐസ്ക്രീം ലാഭകരമായി ചെയ്യാൻ പറ്റുന്നൊരു ഉൽപ്പന്നമാണ്. പാലുൽപ്പന്നങ്ങളിൽ ഏറ്റവും ലാഭകരമായി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ മൂലധനം നിക്ഷേപവും വേണ്ടി വരുന്ന ഒരു മേഖല ഐസ്ക്രീം മാനുഫാക്ചറിങ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്രീസറും അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ് ആണ് നമുക്ക് കുറച്ച് ചിലവ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏത് പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന, എല്ലാ കാലത്തും വിപണിയുള്ള ഒരു പ്രോഡക്റ്റാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇന്ന് ഐസ്ക്രീമിൽ തന്നെ ഈ പ്രോബയോട്ടിക് ഐസ്ക്രീം, ഷുഗർ ഫ്രീ ഐസ്ക്രീം മുതലായ കാര്യങ്ങൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡായി വരുന്നുണ്ട്. മലയാളികൾക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡുമാണ്. ശരിക്കും എല്ലാ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത്തരം പ്രോഡക്റ്റുകൾ പെട്ടെന്ന് വിറ്റ് പോകുന്നുമുണ്ട്. ഇവിടെ ഡോക്ടർ ജയദേവൻ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ചെറുകിട കർഷകന് നമ്മൾ ആദ്യം
സംസാരിച്ച മാതിരി തന്നെ പാലുൽപാദനം, സുരക്ഷിത പാലുൽപാദനം ചെയ്ത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊഴിച്ച് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അതായത് ഒരു ചെറുകിട കർഷകന് അയാളുടെ ആവശ്യം കഴിഞ്ഞ് അയാളുടെ ലോക്കൽ സെയിൽസ്, അദ്ദേഹത്തിനൊരു ശൃംഖല കാണും. കുറച്ച് ഉപഭോക്താക്കൾ പാലായിട്ട് തന്നെ വിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അല്ലാതെ ഒരു വൈവിധ്യവൽക്കരണത്തിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ സഹായിക്കാൻ ഒരുപാട് ഏജൻസികളും സംവിധാനവും ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. നമ്മളെ ക്ഷീരവികസന വകുപ്പിൻ്റെ തന്നെ MSDP പോലത്തെ പദ്ധതികളിൽ പശുവിനെ വാങ്ങിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും നാടൻ പശുക്കളെ വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് നീഡ് ബേസ്ഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കർഷകർക്ക് തന്നെ ഫാം മെക്കനൈസേഷനും ഇത്തരത്തിൽ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് കേടുകൂടാതെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളായി മാറ്റാവുന്നുള്ള യന്ത്രസാമഗ്രികൾ വാങ്ങിക്കുന്നതിനും 50% സബ്സിഡി കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചെറിയ രീതിയിൽ തന്നെ നമുക്കൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് അദ്ദേഹത്തിന് തുടങ്ങാവുന്നതാണ്. നെയ്യൊക്കെ നല്ല ഡിമാൻഡാണ്. തീർച്ചയായിട്ടും. ക്രീം സെപ്പറേഷനാണ് ആദ്യത്തെ ഘട്ടം. ഇത്തരത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു ഡിസ്പോസിബിൾ മിൽക്ക് ഉണ്ടെങ്കിൽ ക്രീം സെപ്പറേഷനിലേക്ക് പോവാം. ക്രീമിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു തൈരായി വിൽക്കാം. ഒരു നല്ല തരത്തിലുള്ള ഉറ ലഭ്യമാണെങ്കിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ യോഗട്ടായി പോലും ആലോചിക്കാമെന്നുള്ളതാണ്. നമുക്ക് വെറ്റിനറി സർവകലാശാല തന്നെ ഇത്തരത്തിൽ ഒരു മിനിയോ എന്നുള്ളൊരു രീതിയിൽ ഒരു യോഗട്ട് മേക്കിംഗ് മെഷീൻ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ട്, യോഗട്ട് ഉണ്ടാക്കി വിപണിയിലേക്ക് എത്തിക്കാം. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ സ്കെയിലിലുള്ള കർഷകന് പോലും പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ സാർ, നമ്മളിപ്പം ഡിസ്കഷൻ എത്തിയിരുന്നത് നമ്മൾ ടോട്ടൽ ഒരു വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റും, അവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്. അടുത്ത നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം ഉപഭോക്താവിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ കർഷകനെ ബോധവൽക്കരിച്ചു, കർഷകൻ നല്ല രീതിയിൽ നമ്മളോടൊപ്പം ഉയർന്നു, നന്നായി പാൽ ഉൽപ്പാദിപ്പിച്ചു, അത് സംസ്കരിച്ചു, നമ്മൾ നന്നായി പാക്ക് ചെയ്തു, നമ്മൾ നന്നായി അത് ശീതീകരിച്ച് സൂക്ഷിച്ചു. ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനെ അതേ ഗുണമേന്മയോടുകൂടി ഒരു ഉപഭോക്താവിൻ്റെ തീന്മേശയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കോൾഡ് ചെയിൻ മാനേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാം, ഫാം ടു ടേബിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ശീതീകരണ സംവിധാനങ്ങൾ വഴി ഇത് ഉപഭോക്താവിൻ്റെ വീട്ടുപടിക്കൽ എത്തിക്കലാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമുക്ക് നമ്മുടെ അമൂൽ പോലത്തെ, മിൽമ പോലത്തെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളും ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും ഒക്കെ തന്നെ നമ്മൾ ഇന്ത്യയിലുണ്ട്. അവർക്കൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിൽ വിപണന ശൃംഖല ഉണ്ട്. കൃത്യമായി കോൾഡ് ചെയിൻ കീപ്പ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. എനി ടൈം മിൽക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ATM പോലത്തെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കർഷകൻ്റെ ഇത്രയും ശ്രമിച്ച് ഉണ്ടാക്കിയ പാല് ഏറ്റവും ഗുണമേന്മയോടുകൂടി ഏറ്റവും മൂല്യവർദ്ധിതമായി ഈ സാധനം എത്തിക്കുന്നതിനുള്ള മാർക്കറ്റിംഗ് സപ്ലൈ ചെയിൻ ശൃംഖല, അവിടെയും നമുക്കൊരു സംരംഭകത്വ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ നമുക്ക് അത്തരത്തിൽ ചെയ്യാം. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, IoTയുടെയൊക്കെ ഒരു ആവിർഭാവം വന്നതോടുകൂടി ഒരുപാട് പുതിയ നൂതന RFID GPS ഒക്കെ വഴി തന്നെ മിക്കവാറും നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ തന്നെ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്. ഡോക്ടർ ജയദേവൻ, നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ക്ഷീരമൂല്യ ശൃംഖല, ഡെയറി വാല്യൂ ചെയിനിൽ എല്ലാ ഘട്ടത്തിലും നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയുമുണ്ട്. നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ നന്ദി. നന്ദി സർ, നന്ദി. ക്ഷീരമേഖലയിൽ സംരംഭകത്വത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ ജയദേവൻ GR. അദ്ദേഹവുമായി സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്. ഡോക്ടർ ജയദേവന്റെ ഫോൺ നമ്പർ പറയാം: 9496369816. നമ്പർ ഒരിക്കൽ കൂടി: 9496369816. ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം. എങ്ങനെ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ചേരൂ.
കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ. അടുത്തതായി കമ്പോള വില നിലവാരം. സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്തവ്യാപാര വിലനിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ ഇനി പറയുന്നു. വെളിച്ചെണ്ണ കിൻഡലിന് 25,300 രൂപ മുതൽ 27,800 രൂപ വരെയും, കൊപ്രയ്ക്ക് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയുമാണ് വില. തേങ്ങാ പിണ്ണാക്കിന് കിൻഡലിന് 3,700 മുതൽ 3,900 രൂപ ലഭിക്കുന്നു. 1000 തേങ്ങയ്ക്ക് തൊണ്ടോട് കൂടിയതിന് 22,000 രൂപ മുതൽ 26,000 രൂപ വരെയും, തൊണ്ടില്ലാത്തതിന് 21,000 രൂപ മുതൽ 32,500 രൂപ വരെയുമാണ് വില. സുഗന്ധവിളകളിൽ ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും, ഗാർബിൾഡ് കുരുമുളകിന് കിൻഡലിന് 65,000 രൂപ മുതൽ 71,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. കാപ്പിക്കുരുവിന് കിൻഡലിന് 36,500 രൂപയും, തൂവരപ്പരിപ്പിന് 12,600 രൂപയും, ഉഴുന്നുപരിപ്പിന് 12,500 രൂപയുമാണ് വില. റബ്ബർ ലോട്ടിന് കിൻഡലിന് 23,000 മുതൽ 27,000 രൂപ വരെയും, മഞ്ഞളിന് 16,500 മുതൽ 23,800 രൂപ വരെയും വിലയായിരുന്നു. നേന്ത്രക്കായ്ക്ക് കിൻഡലിന് 3,700 മുതൽ 18,000 രൂപ വരെയും, പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും വിലയായിരുന്നു. ശർക്കരയ്ക്ക് കിൻഡലിന് 5,500 മുതൽ 6,500 രൂപ വരെയും, പുളിയരിപ്പൊടിക്ക് 3,000 മുതൽ 4,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്. കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ. ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിലാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകേണ്ടത്? ഉത്തരം: റാണിഖേത്ത് രോഗം 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ആദ്യ ഡോസായ ലസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ നൽകണം. പൊതുവെ പിന്തുടരുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ ഇപ്രകാരമാണ്: 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ലസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ, 4 മുതൽ 5 ആഴ്ച പ്രായത്തിൽ ലസോട്ട വാക്സിൻ ബൂസ്റ്റർ ഡോസായി നൽകുക. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ. കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.